ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഇന്ന് 7 ഡേയ്സിലോട്ടാണ് ഈ ഒരു ചലഞ്ച് പ്ലാൻ ചെയ്യണത്, നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലോ അപ്പ് ആയിട്ട്. അപ്പൊ ഇന്നത്തെ ഡേ 1 ഞാൻ വിചാരിക്കണത് നമുക്കിതൊരു എന്താ പറയാ പ്രപ്പ് എന്നോ ഇല്ലെങ്കിൽ നമ്മളുടെ ഹെയർ അണ്ടർസ്റ്റാൻഡിങ് യുവർ ഹെയർ എന്നോ ആ ഒരു രീതിയിലൊരു ഈ 7 ഡേയ്സിലോട്ട് വേണ്ടിയിട്ട് നമ്മളുടെ മുടീനെ പ്രപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു ദിവസമാണ് ഇന്ന്. ഓക്കെ, എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ എൻ്റെ ഫോളോവേഴ്സിന്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരവരുടെ ഹെയർ എന്താണെന്നുള്ളത് നല്ല ധാരണ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമുക്ക് നമ്മളുടെ മുടി എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമ്മളുടെ മുടിയിലെ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നോർമൽ എന്താണെന്നുള്ളത് അറിയണമല്ലോ. പിന്നെ നിങ്ങളുടെ മുടി നന്നായിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മളുടെ നോർമൽ ആയിട്ടുള്ള മുടി എന്താണെന്നുള്ളത് അറിയണം. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നമ്മളുടെ ഹെയർ അറിയുന്ന പോലത്തെ ഒരു ഡേ ആണ് ഇന്ന്. നമ്മൾ അതാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോണത്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാനൊരു ഹെയർ ഗ്രോത്ത് ഒരു ലഡു കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഹെയർ കെയർ ആണെന്നുണ്ടെങ്കിലും സ്കിൻ കെയർ ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിന്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് അറിയണം. വെച്ചാൽ ഇന്റേണലി ഉള്ള പ്രശ്നങ്ങളാണ് ഈ വെളിയിലോട്ട് കാണിക്കണം. നമ്മളിതിപ്പോൾ ബ്യൂട്ടി ആസ്പെക്റ്റ് നോക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മളുടെ മുഖത്ത് ഒരു കുരു വന്നാലോ നമ്മളുടെ മുടിയുടെ ടെക്സ്ചർ മാറിയിട്ടുണ്ടെങ്കിലോ നമ്മളുടെ അകത്ത് എന്തോ നമുക്ക് സ്ഥിരമായി നടക്കുന്നത് അല്ലാതെ നടന്നിട്ടുണ്ട്, അതാണ് അത് വെളിയിൽ കാണിക്കണേ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്റേണലി കൂടി സെറ്റ് ആക്കണം. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു പഴയ റെമഡി ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എള്ള് വെച്ചിട്ടൊക്കെ ചെയ്യണ ഒരു സാധനമാണ്. പക്ഷെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇത് നിങ്ങളുടെ ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് നല്ലതാണ്, നല്ല സ്കിന്ന് നല്ല ഗ്ലോയിങ് ആകാനായിട്ട് നല്ലതാണ്. അതിനേക്കാട്ടിലും ഉപരി നിങ്ങളുടെ പീരിയഡ്സ് റെഗുലർ ആവാനായിട്ട് അടിപൊളിയാണ്. എനിക്ക് പീരിയഡ്സ് റെഗുലർ ആവണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനം. ഞാൻ അത് കടയിൽ നിന്ന് മേടിച്ചിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ ഞാൻ വീട്ടിലുണ്ടാക്കി. വീട്ടിലുണ്ടാക്കണതിൻ്റെ കടയിൽ നിന്ന് മേടിക്കണം തമ്മിൽ എന്തോരം വ്യത്യാസം ഉണ്ടെന്നോ ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ പോർഷനിൽ നമ്മൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കണം, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കാൻ വേണം. പിന്നെ ഇന്ന് നമ്മൾ ഈ ഒരു ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ, നിങ്ങൾ എല്ലാ ദിവസവും ഈ ഒരു ലഡു ഒരെണ്ണം വീതം എന്തായാലും കഴിച്ചിട്ടുണ്ടാവണം. ഓക്കെ, നിങ്ങൾ വീട്ടിലുണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നണേ, നല്ല അറിയണ സ്ഥലമൊക്കെ ഉണ്ട്, ആ ഇൻഗ്രീഡിയൻസ് നല്ല ഇൻഗ്രീഡിയൻസ് വേണമല്ലോ, അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഉള്ള സാധനമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കടയിൽ നിന്ന് മേടിച്ചാണെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടാവണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ രാവിലെ തന്നെ ഉണ്ടാവും നിറച്ചൊരു വെള്ളം കുടിക്കണം എന്നില്ല. നിങ്ങൾ കുറച്ച് സിപ്പ് ചെയ്ത് വേണം വെള്ളം കുടിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മളുടെ മുടിയിൽ ഹീറ്റ് ഉപയോഗിക്കില്ല. ഓക്കെ, ഹീറ്റ് ഫുള്ളായിട്ട് നമ്മൾ ഈ 7 ഡേയിലോട്ട് ഉപേക്ഷിക്കാൻ പോകണം. എന്ന് വെച്ചാൽ നമ്മൾ മുടിയെ കെയർ ചെയ്യാൻ പോകണം. അപ്പോൾ ഹീറ്റ് ഉപയോഗിച്ച് അതിനെ കൊല്ലേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്ര ദിവസം നിങ്ങൾ ഹെയർ ഹീറ്റ് ഉപയോഗിക്കില്ല. പിന്നെ നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മുടി പ്രൊട്ടക്റ്റീവായിട്ട് കെട്ടിവെക്കുക. ഓക്കെ, അതും ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയി. കാരണം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഹെയറിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അത് നമ്മുടെ മുടീനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി മുടി കെട്ടിവെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് പോറോസിറ്റി എന്നുള്ളത് നോക്കാം. പോറോസിറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു എണ്ണ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ ഷാമ്പൂ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടല്ലോ ഹെയർ കെയർ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടല്ലോ ഹെയർ കെയർ റൂട്ടീൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ പോറോസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിലത് പറഞ്ഞത് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി റീഷൂട്ട് ചെയ്യണം കേട്ടോ. അതാണ് എൻ്റെ ഡ്രസ്സൊക്കെ വേറെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോറോസിറ്റി ഡെൻസിറ്റി ഒക്കെ പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ അത് കണ്ടു നോക്കാം. നമുക്ക് മുന്നുള്ള കമന്റ്സിൽ കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് അവർക്ക് ഭയങ്കര ഇഷ്ടമായി, അവരുടെ മുടി മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണ്ടു നോക്കണേ. നമ്മുടെ മുടിയുടെ പോറോസിറ്റി നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കുക എങ്ങനെയാ വെച്ചാൽ നിങ്ങളുടെ മുടി പെട്ടെന്നാണ് ഉണങ്ങണേന്ന് നോക്കാം, അതോ ഒരുപാട് സമയം എടുക്കുന്നുണ്ടോ ഉണങ്ങണേന്നുള്ളത് നോക്കാം. അതാണ് ഫസ്റ്റത്തെ ടെസ്റ്റ്. ഓക്കെ, ഇതിൽ നിങ്ങളുടെ മുടി ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ഉണങ്ങാനായിട്ട്, നിങ്ങളുടെ വെർജിൻ ആയിട്ടുള്ള ഹെയർ ആണ്, എന്നിട്ട് നിങ്ങളുടെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ഉണങ്ങാനെങ്കിൽ നിങ്ങളുടെ പ്രോബബ്ലി ലോ പോറോസിറ്റി ഹെയർ ആവാനാണ് ചാൻസ്. ഇനി നിങ്ങളുടെ മുടി കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള മുടിയാണ്, അതുപോലെ കളറിങ് ചെയ്തിട്ടുള്ള മുടിയാണ്, ഒരുപാട് തവണ നിങ്ങൾ ഹീറ്റ് ഉപയോഗിച്ചിട്ട് ശകലം ഡാമേജ് ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ഉണങ്ങാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുളി കഴിഞ്ഞു, നമ്മൾ വെളിയിലിറങ്ങി മുടി കെട്ടിവെച്ച് മുടി എടുത്ത് ഒരു 5-10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മുടി ഷെൽഡെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഉണങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ഹൈ പോറോസിറ്റി ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു മീഡിയം ടൈമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ മീഡിയം പോറോസിറ്റി ആയിരിക്കും. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം തലയിലോട്ട് ഒഴിച്ചു നോക്കുക. നിങ്ങൾ കുളിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്പ്രേയിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്ത് നോക്കുമ്പോഴേക്കും തലയിൽ ഇങ്ങനെ ഡ്രോപ്ലെറ്റ് ആയിട്ട് വെള്ളം ഇരിക്കുകയാണോ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ തൊട്ട് നോക്കുക. ഇങ്ങനെ തൊടുമ്പോഴേക്കും അബ്സോർബ് ആവാൻ ഇച്ചിരി പാടാ എന്ന് വെച്ചാൽ
ഇങ്ങനെ തൊടുമ്പോൾ വെള്ളം പോയി, പക്ഷെ നിങ്ങളുടെ മുടിയിലോട്ട് വെള്ളം അബ്സോർബ് ആയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോ പോറോസിറ്റി ആയിരിക്കും. ഇനി ക്വിക്കായിട്ട് അബ്സോർബ് ആയി പോയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൈ പോറോസിറ്റി ആവാനാണ് ചാൻസ്. ഇനി നിങ്ങൾ കെമിക്കലി ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ വിർജിൻ ആയിട്ടുള്ള ഹെയർ ആണ്, പക്ഷേ നിങ്ങളുടെ മുടി പെട്ടെന്ന് ക്വിക്കായിട്ട് ഉണങ്ങിപ്പോകും. എൻ്റെ ഒരു മുടി അങ്ങനത്തെ ഒരു കേസിലുള്ള മുടിയാണ് കേട്ടോ. എന്നുവെച്ചാൽ എൻ്റെ ഇവിടെ നോർമൽ, എനിക്ക് ഇവിടുത്തെ എൻ്റെ ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ഇവിടെ കണ്ടിങ്ങനെ ഒരു ഇങ്ങനെ ഷൈനി ആയിട്ടിരിക്കും ഇവിടുത്തെ മുടി. പക്ഷേ ഇവിടുത്തെ മുടി എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ കുറച്ചൊരു ഭയങ്കര, എൻ്റെ അമ്മയുടെ ഹെയർ ലോ പോറോസിറ്റി ഹെയറാണ്. അപ്പോൾ ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള മുടിയാണെങ്കിൽ അതേ ടെക്സ്ചറിലോട്ടാണ് അവിടെ എനിക്ക് തോന്നുന്നത്. അത്രയും കേളി അല്ല, പക്ഷെ ഏകദേശം അതേ ഒരു ടെക്സ്ചറിലോട്ട് വരുന്നുണ്ടോ എനിക്കൊരു സംശയമുണ്ട്. എന്താ വെച്ചാൽ ഈ ഇങ്ങനത്തെ ലോ പോറോസിറ്റി ഹെയറിൻ്റെ പ്രത്യേകത എന്താ അറിയോ, ഇത് ഭയങ്കര ടൈറ്റ്ലി പാക്ക്ഡ് ആയിരിക്കും. അപ്പോൾ എന്താ പറ്റുക വെച്ചാൽ നമ്മളിടുന്ന മോയ്സ്ചർ, നമ്മളിടുന്ന എണ്ണ, നമ്മളിടുന്ന ട്രീറ്റ്മെൻറ്റുകൾ ഒന്നും ഇതിനകത്തോട്ട് കയറില്ല. ഇതിനകത്തോട്ട് കയറണമെങ്കിൽ നമ്മൾ ചൂട് കൊടുക്കണം. വെച്ചാൽ അതിനെ ഓപ്പൺ ആക്കി എങ്കിൽ മാത്രമാണ് ഇതിനകത്തോട്ട് കയറുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പം മുടി എന്താ പറയുക പെട്ടെന്ന് ഉണങ്ങണം. എന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങളുടെ തലയുടെ അകത്തോട്ട് വെള്ളം കയറിയിട്ടില്ല. ഓക്കെ, നമ്മൾ എത്ര ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ വെള്ളം അകത്തോട്ട് കയറില്ല, വെള്ളം ഇവാപ്പറേറ്റ് ആയി പോകുക. നമ്മൾ വിചാരിക്കും തലമുടി നനഞ്ഞു എന്ന്. ഇപ്പം ഞാനൊക്കെ എപ്പോഴും കുളിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും മുടി ഒതുങ്ങത്തില്ല. പക്ഷെ നമ്മൾ നനഞ്ഞ് കഴിയുമ്പോഴേക്കും മുടി ഇങ്ങനെ ഒരു, അതേസമയം ഇവിടെ ഞാൻ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഒതുങ്ങുന്നല്ല, നമുക്ക് നനഞ്ഞില്ലേ, ഇവിടെ അങ്ങനെ നനഞ്ഞൊരു ഫീൽ ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പോലെ തന്നെ ഇരിക്കുക. അത് നിങ്ങളുടെ ലോ പോറോസിറ്റി, വിർജിൻ ലോ പോറോസിറ്റി ഹെയർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുക. വെള്ളം കയറാത്തത് കൊണ്ടിട്ട് ഉണങ്ങാനൊന്നുമില്ല, ഓൾറെഡി അതിനകത്ത് ഡ്രൈ ആവും. അപ്പോൾ അത് ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും. അതിന് നമ്മൾ വെള്ളം അകത്തോട്ട് കൊടുക്കണം നല്ലോണം. അത് കൊടുക്കണമെങ്കിൽ നിങ്ങൾ കുളിക്കുമ്പോഴൊക്കെ നല്ല ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊള്ളണ ഹീറ്റല്ല, പക്ഷെ ഇച്ചിരി ചൂടുള്ള വെള്ളത്തിൽ വേണം നിങ്ങൾ ഫസ്റ്റ് ഹെയർ ഓപ്പൺ അപ്പ് ആക്കാൻ. എന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് തണുത്ത വെള്ളത്തിൽ, ഇല്ലെങ്കിൽ നോർമൽ റൂം ടെമ്പറേച്ചർ വെള്ളത്തിൽ അതിനെ ക്ലോസ് ആക്കിക്കാൻ വേണം. ഓക്കെ, അപ്പം എൻ്റെ ഒരു ഹെയർ വന്നിട്ട് ഇവിടെ ഇച്ചിരി ലോ പൊറോസിറ്റിയും ഇവിടെ ഇച്ചിരി മീഡിയം പൊറോസിറ്റി ആണ്. ഇപ്പോൾ ഹൈ പൊറോസിറ്റി ഹെയർ എനിക്കില്ല എന്ന് ഞാൻ വിചാരിക്കണേ, കാരണം ഇപ്പോൾ ഫുള്ളി വിർജിൻ ആയിട്ടുള്ള ഹെയർ, അങ്ങനെ ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ അല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇപ്പോൾ ഒരു ലോ ആൻഡ് മീഡിയം പൊറോസിറ്റി ഹെയർ ആണ് എനിക്കുള്ളത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പൊറോസിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായി. താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം. ഇനി അടുത്തത് നിങ്ങളുടെ ഓരോ മുടിയുടെ തിക്നെസ് എന്താണെന്നുള്ളത് നോക്കണം. ഇതും നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ പറയണം, കാരണം ഇതെല്ലാം നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഡേ തന്നെ നമ്മളത് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാമല്ലോ. ഓക്കെ, ഓരോ മുടി എടുക്കുക, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ തടവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈയിനകത്ത് ഇങ്ങനെ ഒരു ത്രെഡ് പോലെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിക്കായിട്ടുള്ള ഹെയർ ആണ്. ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മിക്സ്ഡ് ഹെയർ ആണ്. എൻ്റെ ഇവിടെയൊക്കെ ഇച്ചിരി തിക്കായിട്ടുള്ള ഹെയറും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ, ചിലതൊക്കെ ഫൈൻ ഹെയറും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ നോർമൽ ഒരു ഒരു മുടിയുമ തുടരാൻ എന്തോ ഒരു ചെറിയൊരു തടിയുള്ള എന്തോ ഒരു സാധനത്തെ ഞാൻ തൊടുന്നെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ മീഡിയം പൊറോസിറ്റി ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം. ഇനി അടുത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ ഓവറോൾ ഡെൻസിറ്റി എന്താണെന്നുള്ളത്. ഇതെങ്ങനെ അറിയാം? നിങ്ങൾ ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് നോക്കുക. ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞൊരു മീഡിയം ഡെൻസിറ്റിയാണ്. എനിക്ക് ഭയങ്കര കുറവ് ഡെൻസിറ്റിയും അല്ല, കൂടുതൽ ഡെൻസിറ്റിയും അല്ല. നിങ്ങളിങ്ങനെ ചില ഭാഗങ്ങളിൽ കുറവായിരിക്കും. ഇപ്പം ഈ ഭാഗത്ത് കണ്ട എനിക്ക് ഇച്ചിരി കൂടി തിക്കായിട്ടുള്ള മുടിയുണ്ട്. ഈ ഭാഗത്ത് ഞാൻ എപ്പോഴും വകച്ചിലെടുക്കുന്നതുകൊണ്ടായിരിക്കാം ഈ ഭാഗത്ത് ഇത്തിരി കുറവാണ്. പക്ഷെ എനിക്ക് മീഡിയം ഡെൻസിറ്റി എൻ്റെ തലയിൽ. ഞാൻ ഇത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മുടി തിക്കായിട്ടുള്ള മുടിയാണ്, എൻ്റെ തലയിൽ നിറച്ച് മുടിയാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. തീരെ മുടിയില്ലാണ്ടില്ല, ഒരു മീഡിയം ഡെൻസിറ്റി ഉള്ള, പക്ഷെ എൻ്റെ ഭയങ്കര തിക്കായിട്ടുള്ള മുടിയല്ല. എൻ്റെ ഓരോ മുടിനാരും വണ്ണുള്ളത് കൊണ്ടിട്ടായിരുന്നു എനിക്ക് തിക്കായിട്ട് തോന്നണേ. അപ്പോൾ തലയിൽ എന്തോരം മുടി ഉണ്ടെന്നുള്ളത് ഇതും നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ പറയണം. നിങ്ങൾ എല്ലാവരും കേട്ടോ, നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഈ പറയുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം. നമ്മളിത് സീരീസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ സീരീസിലും നമ്മൾ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഏതാണെന്നുള്ളത് എനിക്ക് താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം. ഇനി അടുത്തത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ സ്കാൽപ്പ് ടൈപ്പ് എന്താണെന്നുള്ളത്. നമ്മളുടെ ഹെയർ ടൈപ്പും സ്കാൽപ്പ് ടൈപ്പും ഡിഫറെൻ്റ് ആയിരിക്കും. ഹെയർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ സ്ട്രാൻഡിൻ്റെ ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ സ്കാൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സ്കാൽപ്പാണ്. കാരണം ഇപ്പോൾ എനിക്ക് മാന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈനെസ് എനിക്ക് കാണാൻ പറ്റും. വെച്ചാൽ ഭയങ്കര ഡ്രൈ ആണ്. എനിക്ക് ഇപ്പോൾ തന്നെ ഇത് ഞാൻ ഒരാഴ്ചയായില്ല, ഒരു 4-5 ദിവസമായി ഞാൻ തല കഴുകിയിട്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്നുള്ള മോയ്സ്ചർ എൻ്റെ ഇങ്ങോട്ടേക്ക് എത്തിയേക്കണത്. അല്ലെങ്കിൽ എൻ്റെ തലയിൽ എണ്ണ ഇല്ല, എണ്ണ ഭയങ്കര കുറവാണ്. സാധാരണ എല്ലാവരും പറയില്ലേ ഇങ്ങനെ കുളി
കഴിഞ്ഞൊരു 3-4 ദിവസം ആകുമ്പോഴേക്കും അവരുടെ ഭയങ്കര ഇങ്ങനെ മുടി ഇങ്ങനെ എണ്ണയായിട്ട് എൻ്റെ എനിക്ക് പറയണ്ട, അവളുടെ സ്കാൽപ്പ് ഇങ്ങനെ ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പ്, അപ്പം ഇങ്ങനെ ഭയങ്കര എണ്ണയായിട്ടിരിക്കും. അപ്പം ഞാൻ അങ്ങനെ കൊതിക്കും, എനിക്ക് ഇച്ചിരി എണ്ണ തലയിലുണ്ടായിരുന്നെങ്കിലെന്ന്. അത്രയും സഹാറ ഡ്രൈ സ്കാൽപ്പാണ് എനിക്കുള്ളത്. സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ, അതേപോലെ തന്നെ മുടിയും ഡ്രൈ ആയിട്ടുള്ളത്. പക്ഷെ ചില ആളുകൾക്ക് എങ്ങനെ വെച്ചാൽ സ്കാൽപ്പ് ഓയിലി ആകും, ഇവിടെ ഡ്രൈ ആവും. ചിലവർക്ക് ഇവിടെ ഓയിലി ആകാം, ഇവിടെ ഡ്രൈ ആവാം. അത് കുറവ് കാറ്റഗറിയാണ് കേട്ടോ അങ്ങനെയുള്ളത്. പക്ഷെ നിങ്ങളുടെ ഏത് ടൈപ്പാണെന്നുള്ളത്, ചിലർക്ക് ഇവിടെയും ഓയിലി ഫുൾ ഓയിലി ആകാം. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഹെയർ ടൈപ്പും നിങ്ങളുടെ സ്കാൽപ്പ് ടൈപ്പും ഏതാണെന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം. ഇനി അടുത്തത് അറിയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മുടിയുടെ കൺസേൺ എന്താണ് എന്നുള്ളത്. ഓക്കെ, നമ്മളുടെ മുടിയുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. നമുക്ക് ഈ പ്രശ്നം രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൽപ്പ് ഇഷ്യൂസ്, ഓക്കെ. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാൻഡിന്റെ ഇഷ്യൂസ്. സ്കാൽപ്പ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡ്രൈ സ്കാൽപ്പ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ ഇങ്ങനെ മാന്തുമ്പോഴേക്ക് ഇങ്ങനെ ഉരുണ്ട് വരുന്ന പോലെ പ്രൊഡക്റ്റ് ബിൽഡപ്പുകളാവാം, അതല്ലെങ്കിൽ ഡാൻഡ്രഫ് ആകാം. ഇങ്ങനെ വലിയ യെല്ലോ ഫ്ലേക്സിൽ നിങ്ങൾക്ക് ചൊറിച്ചിലോട് കൂടിയിട്ട് ഇങ്ങനെ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഡാൻഡ്രഫ് ആകാം. പിന്നെ നിങ്ങൾക്ക് സ്കാൽപ്പ് ഇഷ്യൂസിൽ ഹെയർ ഫോൾ നമുക്ക് സ്കാൽപ്പ് ഇഷ്യൂസ് ആയിട്ട് നോക്കാം. ഹെയർ ഫോൾ ആവുന്നതാണോ അതോ നിങ്ങളുടെ മുടി ഇവിടെ നിന്നേ തിന്നായി വരുന്നതാണോ നിങ്ങളുടെ പ്രശ്നം, അതൊക്കെ നമുക്ക് സ്കാൽപ്പ് ഇഷ്യൂസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്, ഓക്കെ, അത് എന്താണെന്നുള്ളത്. ഇനി നമ്മൾ അറിയേണ്ടത് നമ്മളുടെ ഈ സ്ട്രാൻഡിലുള്ള ഇഷ്യൂസ് എന്താ. ഇപ്പം എൻ്റെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്യൂസ് ആയിട്ട് ഞാൻ പറയാം, ഡ്രൈ സ്കാൽപ്പ് എൻ്റെ ഭയങ്കര ഇഷ്യൂ ആണ്. പ്രോഡക്റ്റ് ബിൽഡപ്പ്, അത് ഈ ഡ്രൈ സ്കാൽപ്പുമായിട്ട് ലിങ്ക് ആയിട്ട് ഞാൻ സിലിക്കോൺസ് ഒക്കെ എൻ്റെ തലയിൽ ഇച്ചിരി കൂടി ബിൽഡപ്പ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഡ്രൈ സ്കാൽപ്പും ബിൽഡപ്പും എൻ്റെ ഒരു സ്കാൽപ്പ് ഇഷ്യൂ ആണ്. പിന്നെ ഫ്രിസി ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്യൂട്ടിക്കിൾസ് ഇങ്ങനെ പൊന്തി നിൽക്കണം. അത് കൺസേൺ എന്ന് ഞാൻ പറയണില്ല, ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ മുടി എന്തായാലും അങ്ങനെ ഉണ്ടാവുള്ളൂ. അതൊരു 3-4 ദിവസം എടുത്താലാണ് ഇങ്ങനെയെങ്കിലും ഒന്ന് ഒതുങ്ങി വരുള്ളൂ. ഓക്കെ, അതൊരു കൺസേൺ ആയിട്ട് ഞാൻ പറയണില്ല. പക്ഷെ നമുക്കിത് എന്താ പറയുക, ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. അത്രയാണ് എനിക്ക് മുടിയുമേല അങ്ങനെയുള്ള കൺസേൺ എന്ന് പറയാൻ. എനിക്കിപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഹെയർ ഫോളോ അല്ലെങ്കിൽ ഹെയർ തിന്നിങ്ങോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വലിയ കാര്യമായിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഞാൻ എൻ്റെ കൺസേൺ ആയിട്ട് എടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ഹെയറിൻ്റെ പോറോസിറ്റി, ഡെൻസിറ്റി, അതുപോലെ മുടിയുടെ തിക്നെസ്, നിങ്ങളുടെ ശരിക്കും കൺസേൺ എന്താണ് എന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് എന്താണെന്നുള്ളത് ഉറപ്പായിട്ട് താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം, മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ ഹെയർ നിങ്ങളുടെ ഇതെന്താണെന്നുള്ളത് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കേ. ഓക്കെ, അപ്പം നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ലഡ്ഡു ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഇരുമ്പിൻ്റെ ചട്ടി വെക്കുക. ഓക്കെ, ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കണം കേട്ടോ, കാരണം എങ്കിലേ നമുക്ക് അയൺ കണ്ടന്റ് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും എടുക്കാം, ഉണ്ടെങ്കിൽ അയണ്ട തന്നെ എടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ ഈ ഒരു എള്ള് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കറുത്ത എള്ളാണ്, ഇത് തന്നെ ഉപയോഗിക്കണം. ഇതാണ് കുറച്ചും കൂടി നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ ബെനിഫിറ്റ് ഉണ്ടാവുക. ഇതെങ്ങനെയാണ് കുക്കായെന്ന് അറിയാൻ വെച്ചാൽ ഇത് നിങ്ങൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. തീ കുറച്ചിട്ടിട്ട് തന്നെ ഇളക്കണേ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്കിങ്ങനെ നല്ലൊരു റോസ്റ്റഡ് ഒരു മണം വരും. ആ ഒരു പച്ച മണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മണത്ത് നോക്കാം കേട്ടോ. മണക്കുമ്പോൾ ആ ഒരു റോസ്റ്റഡ് നല്ല രസമുള്ള പോലത്തെ പപ്പടവടയുടെ പോലത്തെ ഒരു മണം കേട്ടോ എനിക്ക് തോന്നി. അങ്ങനത്തെ രീതിയിലുള്ളൊരു മണം വരും. അത് മണം വന്ന് തുടങ്ങുമ്പോഴേക്കും ഇങ്ങനെ നമുക്കിങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ ഇളക്കാൻ പറ്റണ പോലെ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ ഇങ്ങനെ ചെറിയൊരു പൊട്ടണ ഒച്ചയും വരും കേട്ടോ. ഇങ്ങനെ ടപ്പ് 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 ഇച്ചിരി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ തുള്ളി ചാടണ പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ആ സമയത്ത് നമ്മളത് എടുത്തിട്ട് മാറ്റാം, വേറെ പാത്രത്തിലോട്ട് മാറ്റി. ഇതെല്ലാം കൂടി വേണമെങ്കിൽ ഒരുമിച്ചിട്ട് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ കുറച്ചും കൂടി കരിഞ്ഞു പോകാനുള്ള സാധ്യത കുറവാണ്. എല്ലാം നമ്മൾ സെപ്പറേറ്റ്ലി റോസ്റ്റ് ചെയ്യല്ലേ. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ വേറെ പാത്രത്തിലോട്ടാക്കാം. പാത്രത്തിലിടുമ്പോൾ തന്നെ ഇതിങ്ങനെ തുള്ളിച്ചാടണ കാണാം കേട്ടോ. ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ തുള്ളി നിൽക്കും. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ആൽമണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൽമണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഒരുപാട് ആൽമണ്ട് അത്ര ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര ആൽമണ്ട് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യും. ഈ ആൽമണ്ടും ഇങ്ങനെ ഒരു ബ്രൗൺ ഗോൾഡൻ കളറിലോട്ട് അതിൻ്റെ കളറ് മാറും. നല്ല റോസ്റ്റഡ് ആയിട്ടിട്ട് നല്ല രസമുള്ള മണം വരും. ഇതിനൊക്കെ ഇത്ര മണമുണ്ട്, നല്ല രസമുള്ള മണം കേട്ടോ. ഇതിനെല്ലാം ഇങ്ങനെ ഭയങ്കര നമുക്കിങ്ങനെ ഇങ്ങനെ മണക്കണം എന്ന് തോന്നുന്ന പോലത്തെ ഒരു മണം വരും. അപ്പോൾ നന്നായിട്ട് അതിങ്ങനെ റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതൊന്നിങ്ങനെ പൊട്ടും. ഓക്കെ, ഒരെണ്ണം പൊട്ടുമ്പോൾ തന്നെ നിങ്ങളത് മാറ്റണം. എല്ലാം കൂടി പൊട്ടിത്തെറിക്കണം എന്നില്ല, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊട്ടും ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എടുത്ത് മാറ്റാം. ആ ഒരെണ്ണം പൊട്ടി വരുന്നത് അറിയുമ്പോൾ അത് റോസ്റ്റായി ഒരു റോസ്റ്റഡ് മണവും കൂടിയിട്ട് വരും. അപ്പോൾ അതെടുത്ത് മാറ്റാം. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ പംകിൻ സീഡ് ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഈ ഒരു ലഡ്ഡുവിൽ ഇഷ്ടമുള്ള സീഡ്സ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. സൺഫ്ലവർ സീഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വാൾനട്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ അതോ, അല്ലെങ്കിൽ എന്താ കാഷ്യൂ ഇടുവാണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി അതിൻ്റെ ടെക്സ്ചർ മാറും. എന്നാലും കാഷ്യൂ വേണം ചേട്ടാ. നിങ്ങൾക്ക് എന്തൊക്കെയാണോ
ഇഷ്ടമുള്ള വെച്ചാൽ അതൊക്കെ ഇടാം. കുറച്ച് അതിൻ്റെ ബെനിഫിറ്റ്സ് ഇത്രയാകുമ്പോൾ ഇത് ഇച്ചിരി സിമ്പിളാണ്, ഇത്തിരി കൂടി പോട്ടൻറ്റുമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് പംകിൻ സീഡ് ഇടാം. പംകിൻ സീഡും കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് ഒരു 2-3 മിനിറ്റ്സ് ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്യുക. ഇങ്ങനെ ചെറു തീയിൽ തന്നെ നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. ഇതും അപ്പം ഇങ്ങനെ ഇത്തിരി പൊട്ടാൻ തുടങ്ങും. ഇങ്ങനെ ഒരു ടക്ക് ടക്ക് ഇങ്ങനെ ഒരു തുള്ളി ചാടുന്ന പോലത്തെ ഒരു ഫീൽ വരും. അപ്പോഴേക്കും അതിനകത്തോട്ട് ഫ്ലാക്സ് സീഡിൻ്റെ തരാം. ഫ്ലാക്സ് സീഡ് തന്നെ ഇട്ടാൽ ഫ്ലാക്സ് സീഡ് കരിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഫ്ലാക്സ് സീഡ് തന്നെ ഇടാണ്ട് ഇതിൻ്റെ കൂടെ കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫ്ലാക്സ് സീഡ് ഞാൻ കുറച്ചിങ്ങനെ കയ്യിലെടുത്തൊരു എന്താ ഗ്രാം എന്ന് വെച്ചാൽ ഒരു കണക്കിന് അങ്ങോട്ട് ഇടുക. കുറച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര അങ്ങോട്ട് ഇടുക. എന്നിട്ട് അങ്ങോട്ട് ഒരു 50 ഗ്രാം ഓക്കെ. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോഴേക്കും ഈ ഫ്ലാക്സ് സീഡ് നല്ല ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ഇതിനൊരു സാധനം ഇങ്ങനെ എന്താ വായിലിടുമ്പോൾ പൊട്ടി പോണ സാധനം അതേപോലെ ഇങ്ങനെ നമുക്കിങ്ങനെ പൊട്ടണ കാണാം. അതിങ്ങനെ പൊട്ടുമ്പോഴേക്കും ഇത് രണ്ടും കൂടിയിട്ട് മാറ്റി വെച്ചിട്ട് അത് ഫുള്ള് ചൂടാറണം. ഓക്കെ, ഫുൾ ചൂടാറി കുറച്ച് നേരം നിങ്ങൾ മാറിയിരിക്കുക. അത് തന്നെ ചൂടാറിക്കോട്ടെ. ചൂടാറിയതിന് ശേഷം തന്നെ ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞ് വരാണ്ട് പേസ്റ്റ് ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് നന്നായിട്ട് അത് തണുക്കണം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. അങ്ങനെ ഗ്രൈൻഡ് ചെയ്യില്ലേ, 2-3 തവണ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഇങ്ങനത്തെ ഒരു സിമെൻറ്റ് പൊടിയുടെ പോലത്തെ ഒരു കളറിലോട്ട് വരും. അത് എള്ള് കുറേ എടുത്തോണ്ടിട്ടാട്ടോ. എള്ള് കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇത്തിരി ബെറ്റർ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കളറിലോട്ട് വരും. നല്ല മണം വരും. എൻ്റെ അമ്മൂ, നല്ല രസമുള്ള മണം. ആ മണം വരുമ്പോൾ ഇങ്ങനെ നല്ല രസമുള്ളൊരു മണം വരും കേട്ടോ. എന്നിട്ട് നമ്മൾ ഡേറ്റ്സ് എടുക്കുക. ഡേറ്റ്സ് ആണ് നമ്മൾ ഇതിൻ്റെ ബൈൻഡിങ്ങും. പിന്നെ ഡേറ്റ്സിൽ അയണൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ, നമ്മുടെ ബ്ലഡിനൊക്കെ നല്ലതാണ്. അപ്പോൾ അയൺ എടുക്കാറ്. ഡേറ്റ്സ് എടുക്കുക. ഡേറ്റ്സ് എടുക്കുമ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയെന്താ വെച്ചാൽ എൻ്റെ ഉണ്ടായിരുന്ന ഡേറ്റ്സ് ഇങ്ങനെ ഇച്ചിരി കട്ടിയുള്ള ഡേറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ സെറ്റ് ആവുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുരുവൊക്കെ കളഞ്ഞ് ഇങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് അത് ബ്ലെൻഡ് ചെയ്തപ്പോൾ മിക്സി ഓഫായി പോയി. മിക്സി പിന്നെ അന്നത്തേക്ക് ഓണാവണില്ലായിരുന്നു. പിന്നെ ഞാൻ റീസ്റ്റാർട്ടൊക്കെ നെക്കിയിട്ട് ഓണായത്. പിന്നെ ഈ ഡേറ്റ്സ് ആകുമ്പോൾ ഫുൾ എൻ്റെ കയ്യിലുള്ള പൗഡറിന് അത്രയും ലഡ്ഡു ഉണ്ടാക്കാൻ പറ്റില്ല. എനിക്കിത് ഇത്രയും കൊണ്ട് ഒരു 22 ലഡ്ഡു ഉണ്ടാക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ ഇത് ബ്ലെൻഡ് ആവണില്ലായിരുന്നു. പിന്നെ ഞാൻ വേറെ ഡേറ്റ്സ് മേടിച്ചു. ഇങ്ങനെ ഞെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതായി വരണ പോലത്തെ ഡേറ്റ്സ് ഞാൻ മേടിക്കുക ചെയ്തത്. അതിന് ഇച്ചിരി മധുരം കൂടുതലുണ്ടായിരുന്നു. ഇതിനത്ര മധുരം ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനത്തെ മിക്സ് ആക്കാൻ എളുപ്പമുള്ള പോലത്തെ ഡേറ്റ്സ് ആണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ്. അതാകുമ്പോൾ മിക്സിയിൽ ഇടണമെന്നില്ല. ഞാൻ മിക്സിയിൽ ഇട്ടായിരുന്നു. മിക്സിയിൽ ഇട്ടതിനെക്കാട്ടിൽ കൈ കൊണ്ട് ചെയ്താൽ നമുക്ക് കടിക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ ഡേറ്റ്സ് കിട്ടും. അപ്പോൾ അത് ഇത്തിരി കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഫുള്ള് മിക്സ് ചെയ്യുക. നന്നായിട്ട് നമ്മളിങ്ങനെ ചപ്പാത്തിക്ക് കുഴക്കില്ലേ, അതുപോലെ ഇങ്ങനെ ചപ്പാത്തി മാവ് കുഴക്കണ പോലെ കുഴച്ചെടുക്കുക. കുഴച്ചതിന് ശേഷം ഉരുട്ടിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്തോട്ട് ഇടുക. നിങ്ങൾ കേരളത്തിലാണ്, ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്താണെങ്കിൽ ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യണം നല്ലത്. ഹ്യൂമിഡിറ്റി കുറവുള്ള സ്ഥലത്താണെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നർ വെച്ചിട്ട് വെളിയിൽ വേണമെച്ചാലും വയ്ക്കാം. പക്ഷേ ഫ്രിഡ്ജ് വെക്കുന്നത് നമുക്ക് സേഫ്, വെറുതെ എന്തിനാ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓരോ ലഡ്ഡു വീതം കഴിക്കാം. നമ്മുടെ ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. ഇനിയും കുറച്ചെണ്ണം ഉണ്ടാക്കാനുണ്ട്. ഞാൻ വിചാരിച്ചത് ചെയ്ത് കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് ഉണ്ടാക്കാന്ന്. ഉണ്ടാക്കിയ കൈയാട്ട എൻ്റെ, സോറി. ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഇതിന് മധുരം ഉണ്ടാകുന്ന പറഞ്ഞിട്ടാണ് അടുത്ത ബാച്ചിന് മധുരം കൂട്ടാൻ. നല്ലൊരു ഹെൽത്തി സാധനം കഴിക്കണം വേണ്ടി കേട്ടോ. മറ്റേ എള്ളിൻ്റെ രുചി ഉണ്ടല്ലോ, ഇങ്ങനെ മുന്നിട്ട് എള്ളിൻ്റെ രുചി നിൽക്കണം. നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യും ഒരു ഹെൽത്തി സാധനം കഴിക്കാൻ. ഞാൻ ഇതിങ്ങനെ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിനെക്കാട്ടിലും അടിപൊളിയാണ്. കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ഉണ്ട്. സെറ്റായിട്ടില്ല, ഞാൻ പിടിക്കുമ്പോൾ തന്നെ ഇളകി പോന്നു. ഞാനത് കുറച്ച് പേര് ഇരുന്ന് കഴിഞ്ഞാൽ സെറ്റാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ നാളെ നമ്മൾ ചെയ്യാൻ പോണത് ബോണ്ട് റിപ്പയറിംഗ് ആണ് ചെയ്യാൻ പോണേ. ഓക്കെ, ഞാൻ നാളെ എന്താണെന്നുള്ളത് ഇന്ന് തന്നെ അങ്ങ് പറഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബോണ്ട് റിപ്പയറിംഗ് ക്രീം പ്രോഡക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നാച്ചുറൽ റെമഡീസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാ ഹെയർ ടൈപ്പ് ഉള്ളവർക്കും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെ നമ്മൾ അതാ ചെയ്യാൻ പോണത്. നാളെ ഹെയർ വാഷ് ചെയ്യേണ്ട ദിവസമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ. ഒരു കാര്യം കൂടി വിട്ടുപോയിട്ടാ, നിങ്ങൾ നാളത്തേക്ക് ഷുഗറും ഫ്ലാക്സ് സീഡും കൂടിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണേ.